നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ബദലിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിനെ കഴിയൂ എന്നും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് നേരെ CPM പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന് പ്രാഥമികമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് പണി ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതിയും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിലയിരുത്തി. കേര കർഷക സൗഹൃദത്തിന്റെ 82ാമത് സംഗമം ആലക്കോട് പാലപ്പിള്ളി മാത്യു ജോസഫിന്റെ പുരയിടത്തിൽ വെച്ച് നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിലാൽ സമദും സഹഭാരവാഹികളും ചുമതലയേറ്റു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ബദലിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിനെ കഴിയൂ എന്നും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് നേരെ CPM പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടം നടന്ന സംസ്ഥാനങ്ങളിൽ പോലും CPM നിലപാട് പരോക്ഷമായി BJPയെ സഹായിക്കുന്നതായിരുന്നു. അയോധ്യയെ BJP രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണെന്നും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് നിലപാട് പ്രാധാന്യം നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഭരണത്തിന് കീഴിൽ കുത്തക കമ്പനികൾക്ക് മാത്രമാണ് നേട്ടം. കേന്ദ്ര സർക്കാർ തന്നെ വിദ്വേഷ പ്രചാരകരായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്രയിലൂടെ ജനങ്ങളിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്തതെന്നും ഫിറോസ് പറഞ്ഞു. പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ അവസാനിച്ചു പോയിട്ടില്ല. ആ പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾക്ക് കരുത്തു പകരുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തകർ ഈ തെരുവിൽ ഈ മുദ്രാവാക്യം മുഴക്കി കടന്നു വന്നത്. അങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്നവർക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആരുടെ കൂടെയാണ്? വിദ്വേഷ പ്രചാരകരുടെ കൂടെയാണ്. അതിനെന്തെല്ലാം ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. ഈ രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നവർ, ബാബരി പള്ളി പൊളിച്ചവർ, ഗാന്ധിജിയെ കൊന്നവർ, ജനുവരി 21 യൂത്ത് ലീഗിന്റെ മഹാറാലി കോഴിക്കോട്ട് നടക്കുമ്പോൾ തൊട്ടു പിറ്റേ ദിവസം രാജ്യത്ത് വേറെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ്. ആരാ ഉദ്ഘാടനം നടത്തുന്നത്? BJP ആണ്, RSS ആണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? നമ്മൾക്ക് വിരോധമില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ മുസ്ലിങ്ങൾ. ഖുർആന്റെ വചനമാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. എന്നാൽ ജനുവരി 22 രാജ്യത്ത് നടക്കുന്നത് രാഷ്ട്രീയമായ അജണ്ടയോടുകൂടിയുള്ള തീരുമാനമാണ് എന്ന് ഈ രാജ്യത്ത് ആദ്യമായി സഭയിൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് BJPയുടെ ചടങ്ങാണ്, RSSന്റെ ചടങ്ങാണ്. നമ്മളാരും ആരാധനാലയങ്ങൾക്കെതിരല്ല, അതിന്റെ ഉദ്ഘാടനങ്ങൾക്കെതിരല്ല. ലീഗ് പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ധീരമായി കോൺഗ്രസ് പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയമല്ല, ആ നിലപാടിന്റെ പേരിൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും നെഹ്റുവിന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറായി പ്രഖ്യാപിച്ച സല്യൂട്ട് അറിയിക്കുകയാണ് യൂത്ത് മാർച്ചിന്റെ ഈ വേദിയിൽ വെച്ച്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ അധ്യക്ഷനായി. കുന്നം പട്ടയം കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജാഥ ക്യാപ്റ്റൻ PH സുധീർ, ഉപനായകൻ AM അമീൻ എന്നിവർക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മുതലക്കോടം, മങ്ങാട്ടുകവല, തൊടുപുഴ ടൗൺ ചുറ്റി വെങ്ങലൂരിൽ സമാപിച്ചു. റോജി M. ജോൺ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു.
മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം, ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി KS റിയാദ്, ട്രഷറർ TK നവാസ്, ജില്ലാ ഭാരവാഹികളായ ഗഫൂർ കട്ടപ്പന, PN സീതി, KM സലീം, VM റസാഖ്, AM ഹാരിദ്, MA കരീം, PA ബഷീർ, KA യൂനസ്, MK നവാസ്, ഇബ്രാഹിം ഇഞ്ചക്കുടി, ഷഹിൻ ഷാ, നൌഫൽ സത്താർ, നിസാർ VA, ഷിജാസ് കാരകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി AM അമീൻ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് മാർച്ച് തൊടുപുഴ ടൗണിലെത്തിയപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ജില്ലാ നിരീക്ഷകൻ സിജിദ് ഖാൻ എന്നിവർ യൂത്ത് മാർച്ചിൽ അണിചേർന്നത് പ്രവർത്തകർക്ക് ആവേശമായി. യൂത്ത് ലീഗ് നേതാക്കളായ ഷഹിൻ ഷാ, നൌഫൽ സത്താർ, നിസാർ VA, ഷിജാസ് കാരകുന്നേൽ, അനസ് കോയാൻ, ഷഫീഖ് പനിക്കൽ, അലിയാർ CS, അൻഷാദ് CJ, PA കബീർ, ഷാമൽ അസീസ്, ആഷിഖ് റഹീം, PK മൂസ, AM നജീബ്, MA സബീർ, ഷാഹുൽ കപ്രാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന് പ്രാഥമികമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് പണി ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതിയും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിലയിരുത്തി. കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെടുമെന്നും ഏറ്റവും വിപുലമായ രീതിയിൽ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും MP പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ചുള്ള സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന് പ്രാഥമികമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് പണി ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതിയും വിലയിരുത്തുവാൻ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെടുമെന്നും ഏറ്റവും വിപുലമായ രീതിയിൽ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും MP പറഞ്ഞു. ഒരു പ്രോജക്റ്റായിട്ടാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ ഭാഗത്തു നിന്നും സ്പോർട്സ് ആയുർവേദിക് റിസർച്ച് സെൻറ്റർ തൊടുപുഴയിൽ ആരംഭിക്കുന്നത്. നമ്മുടെ കായിക പ്രതിഭകൾക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നല്ല നിലയിൽ തന്നെ ലോകമാസകലം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനൊത്ത് ചുവട് വെച്ച ഒരു പദ്ധതിയായിട്ടാണ് ഈ സ്പോർട്സ് ആയുർവേദിക് റിസർച്ച് സെൻറ്ററിനെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതും ആ നിലയിൽ തന്നെ പ്രോജക്റ്റ് അനുവദിപ്പിക്കപ്പെട്ടതും. ഈ കാര്യത്തിൽ നാഷണൽ ആയുഷ് മിഷൻ സംസ്ഥാന ഡയറക്ടർ ഉൾപ്പെടെ ബന്ധപ്പെടുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കുകയും അത് അനുവദിച്ച് ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 10 കോടി രൂപയോളം വരുന്ന ഒരു ബൃഹത്തായ ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ കൺസൾട്ടേഷനും അതോടൊപ്പം തന്നെ ഇൻ പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ആവശ്യത്തിന് ചികിത്സ മികച്ച തരത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1ാം ഘട്ടം എന്നുള്ള നിലയിൽ 1 കോടി രൂപയുടെ വർക്കുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്ലോർ ഇപ്പോൾ ഏതാണ്ട് നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ശരിക്കും ഈ സാമ്പത്തിക വർഷം തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ MJ ജേക്കബ്, ഇന്ദു സുധാകരൻ, ആശുപത്രി സൂപ്രണ്ട് മിനി BS എന്നിവരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജു ക്യാപ്റ്റനായി നയിക്കുന്ന അവകാശ സംരക്ഷണ പ്രചരണ വാഹന ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം KPCC നിർവ്വഹണ സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ സഹകരണ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജു നയിക്കുന്ന അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അവകാശ സംരക്ഷണ ജാഥയാണ് ഇപ്പോൾ ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ എത്തിച്ചറിയിക്കുന്നത്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നീതി നിഷേധങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ സ്വാഗത പ്രാസംഗികരും ജാഥയുടെ വൈസ് ക്യാപ്റ്റനുമൊക്കെ സൂചിപ്പിക്കുകയുണ്ട്. ഇന്ന് ബാങ്കിങ് മേഖല വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. സത്യത്തിൽ ബാങ്കിങ് രംഗത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പരിഷ്കരണം കുളിപ്പിച്ച് കൊച്ചിയില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജാഥ വൈസ് ക്യാപ്റ്റൻ അനിൽകുമാർ KD മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ സെക്രട്ടറി നഹാസ് പി സലീം, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, KV ജോയ്, ഷാജി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി കേരള ബാങ്ക് എംപ്ലോയീസ് പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നാളികേര കർഷകരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള കോൺഗ്രസ് കേരള കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കേര കർഷക സൗഹൃദത്തിന്റെ 82ാമത് സംഗമം ആലക്കോട് പാലപ്പിള്ളി മാത്യു ജോസഫ് ചേപ്ലാങ്കലിന്റെ പുരയിടത്തിൽ വെച്ച് നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് ex-MP മുഖ്യ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ex-MLA തെങ്ങിൻ തൈ നട്ടു. നാളികേര കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കോൺഗ്രസ് കേരള കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കേര കർഷക സൗഹൃദത്തിന്റെ 82ാമത് സംഗമം ആലക്കോട് പാലപ്പിള്ളി മാത്യു ജോസഫ് ചേമ്പളങ്കലിന്റെ പുരയിടത്തിൽ വെച്ച് നടത്തി. PJ ജോസഫ് MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം മുഴുവൻ ചെടികളെയും പിടിക്കത്തക്കവണ്ണമുള്ള ഒരു ദിനം കൊണ്ടാടണമെന്ന് ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പക്ഷെ നീണ്ടു പോവുകയാണ്. ഒന്നിച്ച് ചെയ്താലേ അത് വിജയിക്കുകയുള്ളൂ. പിന്നെ നാളികേരത്തിൽ നിന്നും വിഭിന്നങ്ങളായ ഐറ്റംസ് ഉണ്ടാകണം. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുണ്ടാകുന്നതോടൊപ്പം നാളികേരത്തിന് വില കിട്ടണമെങ്കിൽ നാളികേരത്തിൻ്റെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം. ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ 200ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പല ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശം ശ്രീ ഉണ്ണിയാടിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫലങ്ങളുണ്ടാകും. അതിന് ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കുവാൻ ഇത് ഇടയാക്കും. കർഷകരുടെ സംഘടിതമായ ശക്തി ഉണ്ടാകണം. നാളികേര ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആക്കി കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് നീങ്ങണം. എല്ലാം കഴിയുന്ന സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് ex-MP മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ex-MLA തെങ്ങിൻ തൈ നട്ടു. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ സംഗമ സന്ദേശം നൽകി. ചടങ്ങിൽ മികച്ച കർഷകരെ MLA ആദരിച്ചു. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, അബു ജോൺ ജോസഫ്, M മോനിച്ചൻ, സണ്ണി തെങ്ങമ്പള്ളി, ബിനു ജോൺ തുടങ്ങിയവർ ചേർന്ന് കർഷകരെ ആദരിച്ചു. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ കാർഷിക വൃത്തി ആദായകരമാക്കി മാറ്റണം. നമുക്കറിയാം, ഇന്ന് ഏത് മേഖല എടുത്താലും പണ്ട് ഒരു ചായക്ക് 10 പൈസയായിരുന്നെങ്കിൽ ഇന്നൊരു ചായക്ക് 12 രൂപയായി. ഏത് മേഖല എടുത്തോ, പെട്രോളിൻ്റെ വില എടുത്തോ, ഭൂമിയുടെ വില എടുത്തോ, കൂലി എടുത്തോ, 50 രൂപ കൂലി ഉണ്ടായിരുന്നു, ഇന്ന് 750 രൂപ 800 രൂപയായി. ഒരു രീതിയിലും മൂല്യം വർദ്ധിക്കാത്ത ഏക എന്ത് പറയുന്നത് വസ്തു ഇന്ന് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഇത്രയും കൂലി കൊടുക്കുന്നു, ഇത്രയും ആളുകളെ എന്ത് പറയുന്നത് വളത്തിനൊക്കെ ഇത്ര വില കൊടുക്കുമ്പോഴും കാർഷിക മൂല്യങ്ങളുടെ വില ഇവിടെ കൂടുന്നില്ല. അതിനുവേണ്ടിയാണ് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും തറവില വേണം. 250 രൂപ വില കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി വരുന്ന അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ല. നമ്മൾ സമരം ചെയ്യുമ്പോൾ പറയുന്നത് കേന്ദ്രത്തിനോട് പോയി ചോദിക്കാനാണ്. പക്ഷേ അവർ പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്രത്തിനോട് ചോദിക്കാനല്ല, ഞങ്ങൾ കയറിയാൽ 250 രൂപ ആക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ പറയുന്ന തേങ്ങയുടെ തന്നെ ഇന്നോടെ പറഞ്ഞു, തേങ്ങ പൊതിച്ച് അതിനെ വെട്ടി വെള്ളം കളഞ്ഞ് കൊടുത്താൽ 34 രൂപയ്ക്ക് സംഭരിക്കാമെന്ന് ഇവർ പറയുന്നു. പക്ഷേ ഇന്ന് സംഭരണ കേന്ദ്രങ്ങളുടെ എണ്ണം വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. നിയോജക മണ്ഡലം നേതാക്കളും കർഷകരും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നെല്ലിക്കുഴി കൃഷിഭവന്റെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ സ്കൂളിന്റെ പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന പച്ചക്കറികളുടെ വിളവെടുപ്പ് നടന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ KH സൈനുദ്ദീൻ വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും കാർഷിക സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വാശ്രയശീലം വളർത്തിയെടുക്കുന്നതിന്റെ മേന്മയെക്കുറിച്ചും വിശദീകരണം നടത്തി. ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നെല്ലിക്കുഴി കൃഷിഭവന്റെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ സ്കൂളിന്റെ പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ചീര, കുമ്പളം, കാച്ചിൽ, ചേമ്പ്, വഴുതന, പയർ, വെണ്ടയ്ക്ക, മത്തങ്ങ തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് നടന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ KH സൈനുദ്ദീൻ വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും കാർഷിക സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വാശ്രയശീലം വളർത്തിയെടുക്കുന്നതിന്റെ മേന്മയെക്കുറിച്ചും വിശദീകരണം നൽകി. വിഷമില്ലാത്ത പച്ചക്കറി സ്കൂൾ കിച്ചണിലേക്ക് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നെല്ലിക്കുഴി കൃഷിഭവന്റെയും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ
സ്കൂളിലെ പരിമിതമായ സ്ഥലത്ത് SMC അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യം ഘട്ടമെന്നോണം കുമ്പളവും കാച്ചിലും ചേമ്പും ഇതോടൊപ്പം വിളവെടുത്ത് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചീര കൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. തൊട്ട് പിറകിലായി കാണുന്ന നെൽകൃഷിയും അത് വിളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിളവെടുപ്പ് ഉത്സവം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഹസീന സലീം, അഞ്ജു പ്രജേഷ്, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അധ്യാപകരായ അഞ്ജു ജോർജ്, ഫഹദ് VS, അൻസ KA, മേരി ജിൻസി, മേഘ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും അധ്യാപക പരിശീലകരും പരിപാടികളിൽ ഉത്സാഹപൂർവ്വം പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിലാൽ സമദും സഹഭാരവാഹികളും ചുമതലയേറ്റു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് VCയുടെ അധ്യക്ഷതയിൽ തൊടുപുഴയിൽ നടന്ന ചുമതലയേൽക്കൽ സമ്മേളനം AICC സെക്രട്ടറി റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. KPCC മുൻ വൈസ് പ്രസിഡന്റ് AK മണി ex-MLA മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിലാൽ സമദും സഹഭാരവാഹികളും ചുമതലയേറ്റു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് VCയുടെ അധ്യക്ഷതയിൽ തൊടുപുഴയിൽ നടന്ന ചുമതലയേൽക്കൽ സമ്മേളനം AICC സെക്രട്ടറി റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. ഇവിടെ ബഹുമാനായ ശ്രീ AK മണി സൂചിപ്പിച്ചു, മണ്ഡലം പ്രസിഡന്റ് MLA ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് MLA ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെ നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും ഒക്കെ എത്രയോ സ്ഥാനമാനങ്ങളിൽ കടന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന എത്രയോ ആളുകളിരിക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ ത്രിതല പഞ്ചായത്തുകളിലൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അടിവരയിട്ട് പറയാം, ആരും ഉണ്ടായതുകൊണ്ടൊക്കെ കോൺഗ്രസ് പാർട്ടിയുള്ളത്, കോൺഗ്രസ് പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന ബോധ്യം നമുക്ക്. ആ പ്രസ്ഥാനത്തെ കരുത്തോടെ നയിക്കാനായിട്ടുള്ള, ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാം മുമ്പിലുള്ളത്. ഇത്രയധികമായിട്ട് ജനങ്ങൾ പ്രയാസത്തിനായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ജനങ്ങൾ വിധി അടുത്ത് പൊറുതുകൊണ്ട് സഹിക്കേണ്ടി നിൽക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക നായകനായ MD വാസുദേവൻ നായർ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് പരസ്യമായി പറയുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണവീഴ്ചകളെ ജനത വിലയിരുത്തുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC മുൻ വൈസ് പ്രസിഡന്റ് AK മണി ex-MLA മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു K. ജോൺ, ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, ടോണി തോമസ്, സംസ്ഥാന സെക്രട്ടറിമാരായ സോയിമോൻ സണ്ണി, മോബിൻ മാത്യു, ഷിൻസ് അടിമാലി, അരുൺ പൂച്ചക്കുഴി, ജോബിൻ ഐമനം, നിതിൻ ലൂക്കോസ്, അസ്ലം ഒലിക്കൻ, രാജു ഓടക്കൻ, നിതിൻ, വിജയകുമാർ, അനിൽ കനകൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് NSS യൂണിറ്റിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ യൂത്ത് ക്ലബ്ബുമായി സഹകരിച്ച് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് NSS യൂണിറ്റിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ യൂത്ത് ക്ലബ്ബുമായി സഹകരിച്ച് റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ മരണതുല്യമായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്നവരുമായി ഒട്ടനവധി ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്, അല്ല നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ടവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധങ്ങളുള്ളവർ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവരും അതിൻ്റെ ദുഃഖങ്ങൾ പേര് നടക്കുന്നവരും ഒട്ടനവധിയുണ്ട്. റോഡ് അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് അപകടങ്ങൾ ആയി നാം കണക്കാക്കുന്നുണ്ടെങ്കിലും ഒട്ടനവധി അപകടങ്ങളും അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അപകടം അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട് സംഭവിച്ചു പോകുന്ന സംഭവങ്ങളെയാണ് ആക്സിഡന്റ് എന്ന് നാം വിളിക്കുന്നത്. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നാം വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നല്ലൊരു ശതമാനവും സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് നാം ബോധപൂർവം നമുക്ക് അത് ആഗ്രഹിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നതല്ല. റോഡ് ഉപയോഗിക്കുന്നവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ പക്വതയില്ലായ്മ കൊണ്ടും മറ്റും
സൃഷ്ടിക്കപ്പെടുന്നവയാണ് ഈ തരത്തിൽപ്പെട്ട അപകടങ്ങൾ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ NSS വോളണ്ടിയർമാർ ചേർന്ന് ട്രാഫിക് ബോധവൽക്കരണ പ്രചാരണം നടത്തി. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TJ അജയൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി N രവീന്ദ്രൻ, സിസ്റ്റർ നോയൽ റോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം ഉണർവ് 2024 ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം ഉണർവ് 2024 ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. തീരുമാനങ്ങളും ഇടപെടലുകളും നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ മാത്രം പോലെ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ മനസ്സാണ് ഭിന്നശേഷി സമൂഹമാവേണ്ടത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷി സമൂഹമാവേണ്ടത്. അപ്പോൾ പ്രത്യേകം കരുതൽ വേണ്ട വിഭാഗം എന്നുള്ള നിലയിൽ അവരെ എല്ലാ നിലയിൽ കരുതുന്നതിന്, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ അവർക്ക് മാനസികമായ ഒരു പിന്തുണ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപെടൽ, അത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശാലമായ ലക്ഷ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഭിന്നശേഷി കലോത്സവം വളരെ നല്ല നിലയിൽ തന്നെ പഞ്ചായത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിന് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് ലിസി ജോളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നൌഷാദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, വാർഡ് അംഗങ്ങളായ ജെലിൻ വർഗീസ്, ടീന ടിനു, ഉഷ ശിവൻ, ജിൻസി മാത്യു, ലിസി ജോർജ്, സൗമ്യ ശശി, ഹരീഷ് രാജൻ, സന്ധ്യ ജേസൺ, ജിൻസിയ ബിജു, സുഹറ ബഷീർ, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, MK വിജയൻ, ICDS സൂപ്പർവൈസർ ബിന്ദു AS, അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ PM, CDS ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻകുട്ടി EK തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണി ഈശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് തിരുനാൾ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും ഉണ്ണി ഈശോയെ തിരുവാഭരണം ചാർത്തൽ കർമ്മവും നിർവഹിച്ചു. ഫാദർ പ്രിൻസ് നെല്ലിരിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണി ഈശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട്, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് തിരുനാൾ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും ഉണ്ണി ഈശോയെ തിരുവാഭരണം ചാർത്തൽ കർമ്മവും നിർവഹിച്ചു. പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ഫാദർ പ്രിൻസ് നെല്ലരിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വന്ന് പിറന്ന ഒരേ ഒരു മധ്യസ്ഥനാണ് ഉണ്ണീശോ എന്നുള്ളത്
നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇടവക തിരുനാൾ നമ്മൾ ആഘോഷിച്ച് തുടങ്ങുമ്പോൾ വളരെ പ്രത്യേകമായി ഈ ഇടവക എന്നും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ഉണ്ണീശോയുടെ മക്കളാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയുടെ തുടക്കവും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും യാത്രയുടെ അവസാനവും ഈ ദൈവത്തിങ്കിലേക്ക് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇടവക തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ രൂപമുണ്ടോ? സെബസ്ത്യാനോസിൻ്റെ രൂപം പുറകിലുണ്ടോ? പുറകിലുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ചേച്ചിമാർ, ഉറങ്ങുന്ന ചേച്ചിമാർ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ കാണുന്ന തമ്പുരാനുമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും സാമ്യമുണ്ടോ? സാമ്യമുണ്ടോ? തീർച്ചയായിട്ടും തമ്പുരാനുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അൾത്താരയിൽ എന്നും ആദരിക്കപ്പെടുകയും എന്നും വണങ്ങപ്പെടുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആധുനിക സഭയുടെ, തിരുസഭയുടെ തന്നെ സുവിശേഷവത്കരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ നമുക്ക് കാണാം. 2-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു പടയാളി. ഈ പടയാളിയുടെ ജീവിതം കർത്താവ് തൊട്ടപ്പോൾ, അതായത് ഈ പടയാളിയുടെ ജീവിതത്തിൽ അവന് പകർന്നു കിട്ടിയ വിശ്വാസം, അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവന് കൈമുതലായി കിട്ടിയ വിശ്വാസം അവൻ കാത്ത് സംരക്ഷിക്കാനായിട്ട് പരിശ്രമിച്ച് രക്തസാക്ഷിയായി. ഇതാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചരിത്രം എന്ന് പറയുന്നത്. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ശനിയാഴ്ച രാവിലെ 6-ന് വിശുദ്ധ കുർബാന, അമ്പ്, മുടിയെഴുന്നള്ളിക്കൽ, വൈകിട്ട് 4-ന് ആഘോഷമായ തിരുനാൾ കുർബാന റവറന്റ് ഫാദർ ജെയിംസ് പറക്കനാൽ നയിക്കും. റവറന്റ് ഡോക്ടർ ജോസ് കുളത്തൂർ സന്ദേശം നൽകും. 5:30-ന് അമ്പലപ്പടി പന്തലിലേക്ക് പ്രദക്ഷിണവും 7:30-ന് സമാപന പ്രാർത്ഥന, ബാൻഡ്, ചെണ്ടമേളം എന്നിവയും നടക്കും. ഞായറാഴ്ച 4-ന് ആഘോഷമായ തിരുനാൾ കുർബാന റവറന്റ് ഫാദർ ജിയോ കൊട്ടക്കാവിൽ MST നേതൃത്വം നൽകും. റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ സന്ദേശം നൽകും. 5:30-ന് പ്രദക്ഷിണം, 7:30 മുതൽ വാദ്യമേളങ്ങളും വർണ്ണക്കാഴ്ചകളും ഒരുക്കും. തിരുനാൾ ദിവസങ്ങളിൽ കുമ്പസാരിക്കുന്നതിനും അമ്പ്, മുടിയെഴുന്നള്ളിക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. ശനി, ഞായർ ദിവസങ്ങളിൽ തിരുനാൾ കർമ്മങ്ങൾ BBC ന്യൂസിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അടിമാലി കോടതി ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പടയാട്ടി എൽദോ അധ്യക്ഷത വഹിച്ചു. അടിമാലി കോടതി ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. അടിമാലി ബാർ അസോസിയേഷന്റെ 2024 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെജി പുതുശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കെ ജോർജ്, ട്രഷറർ അഡ്വക്കേറ്റ് ആദർശ് കെ ജോർജ് എന്നിവരുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത്. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പടയാട്ടി എൽദോ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ റേഞ്ച് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. In the name of God, that I shall discharge, my duties as the president of Adimali Bar Association, without fear and favor, and shall abide by the Constitution, and shall do all what is necessary for the welfare and dignity of the members of this association. മുൻസിഫ് മജിസ്ട്രേറ്റ് ലിജോ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. അത് ഇവിടെയുള്ള ബാർ അസോസിയേഷൻ കമ്മിറ്റിയിലുള്ള നിങ്ങൾക്കുള്ള പ്രതീക്ഷയും നിങ്ങൾക്കുള്ള വിശ്വാസവുമാണ് കാണിക്കുന്നത്. എന്നേക്കാൾ ഇവരെ നന്നായിട്ട് അറിയുന്നവരാണ്. അതിനകത്ത് വളരെ കേപ്പബിൾ ആൾക്കാരാണ്. ഇതിന് ഉത്തമ വിശ്വാസം. ഇനി ഞാൻ വളരെ ചുരുക്കമാണ്, വളരെ നന്നായിട്ട് തന്നെ ഇവരുള്ളൊരു പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, സിമ്പിളായിട്ട് പറയുകയാണ്, മൈ ബെസ്റ്റ് വിഷസ്. എല്ലാം കോപ്പറേറ്റ് ചെയ്ത് ബാർ കോടതി പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അഡ്വക്കേറ്റുമാരായ ഫ്രാൻസിസ് വട്ടക്കുഴി, ജോസഫ് സെബാസ്റ്റ്യൻ, കോടതി സൂപ്രണ്ട് ബീന പിള്ള, അഡ്വക്കേറ്റ് സിൽവി റേഞ്ച് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.
കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ചാക്കോയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജോബിൻ ചാക്കോയെ കുമളി 3-ാം മൈലിൽ വെച്ച് ഒരു സംഘം CPIM പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ആക്രമണത്തിന് പിന്നിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കുമളി ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമാപിച്ചു. CPIMന്റെ തലപ്പത്തിരിക്കുന്നവർ ഗുണ്ടകളായി മാറിയിരിക്കുകയാണെന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ എത്രമാത്രം ആക്രമിച്ച് പരിക്കേൽപ്പിക്കാമോ അത്രമാത്രം പരിക്കേൽപ്പിച്ചിരിക്കുകയാണെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ടിൽ പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ പ്രതികളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറികളെയും CPMന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് മുമ്പോട്ട് വരണം. അല്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്തേക്ക് വരുമെന്നാണ് പറയുവാനുള്ളത്. ഭരണത്തിന്റെ മറ പിടിച്ചുകൊണ്ട് നമ്മൾ കണ്ടു ഇവരുടെ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. നിങ്ങളുടെ ഇതുപോലെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് ഏറ്റെടുക്കും. നിങ്ങളെ ആ നാണയത്തിൽ തന്നെ തിരിച്ചു നേരിടുവാൻ ഞങ്ങൾ മുമ്പോട്ട് വരുമെന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളെ അതിന് പ്രേരിപ്പിക്കരുത് എന്നാണ് പോലീസ് അധികാരികളോട് പറയുവാനുള്ളത്. ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മൊഴിയെടുത്ത് കേസെടുത്തിട്ടുണ്ട്. 326 വകുപ്പ് ചുമത്തി അദ്ദേഹത്തിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പോലീസ് കരുതണ്ട. 308 വകുപ്പ് തന്നെ ചുമത്തിക്കൊണ്ട് ആസൂത്രിതമായിട്ടുള്ള കൊലപാതക ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് 308 വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ CPIM ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് PP റഹീം, നേതാക്കളായ MM വർഗീസ്, ബിജു ഡാനിയൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ബദലിന് നേതൃത്വം നൽകാൻ കോൺഗ്രസിനെ കഴിയൂ എന്നും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് നേരെ CPM പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന് പ്രാഥമികമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് പണി ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതിയും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിലയിരുത്തി. കേര കർഷക സൗഹൃദത്തിന്റെ 82ാമത് സംഗമം ആലക്കോട് പാലപ്പിള്ളി മാത്യു ജോസഫിന്റെ പുരയിടത്തിൽ വെച്ച് നടത്തി. തൊടുപുഴ MLA PJ ജോസഫ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിലാൽ സമദും സഹഭാരവാഹികളും ചുമതലയേറ്റു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.